ആത്മവിശ്വാസത്തിന്റെയും കഠിനാധ്വാനത്തിന്റെയും സർവകലാശാലയാണ്. ഇടതുകൈയിലെ 3 വിരലും കഴുത്തിന് താഴെ 1.5 ചലനശേഷിയിലുള്ള ബലറാം സ്വാമി ലോകം വെട്ടിപ്പിടിക്കുന്നതിന്റെ കഥയിലേക്ക്. ദേശീയ സാഹസിക ബൈക്ക് റൈഡിംഗ് ചാമ്പ്യൻഷിപ്പുകളിൽ പങ്കെടുത്തിരുന്ന റൈഡറായിരുന്നു ബൽറാം. 15 വർഷം മുമ്പ് മലയാറ്റൂർ കാടുകളിലൂടെ നടത്തിയ ബൈക്ക് റൈഡിംഗിനിടയിലുണ്ടായ അപകടത്തിൽ ശരീരം തളർന്ന ബൽറാം സ്വാമി ജീവിതം തിരിച്ചുപിടിച്ച കഥ നമ്മെ അമ്പരപ്പിക്കുന്നതാണ്. കമ്പ്യൂട്ടർ രംഗത്ത് കാര്യമായ പരിശീലനമോ വൈദഗ്ധ്യമോ ഇല്ലാത്ത സ്വാമി സ്ഥാപിച്ച വൺ മാൻ ഡിജിറ്റൽ വേൾഡ് എന്ന സ്ഥാപനം കഠിനാധ്വാനത്തിന്റെ നേർസാക്ഷ്യമാണ്. കുട്ടികൾക്ക് കമ്പ്യൂട്ടർ പരിശീലനം, കമ്പ്യൂട്ടറിന്റെ സർവീസിംഗ്, സെയിൽസ് എന്നുവേണ്ട സ്വാമിക്ക് വഴങ്ങാത്ത മേഖലകൾ ഇല്ലാതെയായി. ബേസിക് മുതൽ ഹാർഡ്വെയർ നിർമ്മാണം, ഗെയിമിംഗ് എന്നുവേണ്ട സ്വാമിയുടെ ചലിക്കുന്ന വിരലുകൾ മെല്ലെ ലോകം കീഴടക്കുകയായിരുന്നു. ആരുടെയും സഹായമില്ലാതെ ഇതെല്ലാം എങ്ങനെ പഠിച്ചു, എന്തിനാണ് ഇതൊക്കെ എന്ന് ചോദിച്ചാൽ ബൽറാം സ്വാമിക്ക് കൃത്യമായ ഉത്തരങ്ങളുണ്ട്. എന്തിനേയും പോസിറ്റീവായിട്ട് കാണാന്നുള്ള ഒരു അപ്രോച്ചാണ് എൻ്റെ ലൈഫിൽ ഞാൻ ഫോളോ ചെയ്യുന്നത്. നഷ്ടപ്പെട്ടതിനെ കുറിച്ച് പറഞ്ഞിട്ട് കഥയില്ലല്ലോ, നടക്കേണ്ടതിനെ കുറിച്ച് ആലോചിക്കുക. വി ഹാവ് ടു ഡു സംതിങ് ടു ദ ജനറൽ പീപ്പിൾ. അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 10 കുട്ടികൾക്ക് ക്ലാസ് എടുക്കാൻ കഴിയുന്നു. പരിമിതമായ എൻ്റെ ലോകത്താണെങ്കിലും ഒരുപാട് പേരായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ്, ജീവിതത്തിനോടുള്ള പോസിറ്റീവ് ആറ്റിറ്റ്യൂഡാണ് മെയിനായിട്ട് നമ്മൾ ചെയ്യാനുള്ളത്. അത് എടുക്കുക, ലൈഫിൽ മാക്സിമം ഹാപ്പി ആയിരിക്കുക. കഴുത്തിന് താഴെ താഴ്ന്ന ശരീരമായി ജീവിക്കുന്ന ബൽറാം ആർക്കും ഒരു ബാധ്യതയാവാനോ ഭാരമാവാനോ ആഗ്രഹിക്കുന്നില്ല. സ്വന്തമായി അധ്വാനിച്ച് വളരുക എന്ന പ്രമാണമാണ് തന്നെ നയിക്കുന്നതെന്ന് അദ്ദേഹം ലോകത്തോട് വിളിച്ചു പറയുന്നു. ഡിസബിലിറ്റി പല സ്റ്റേജാണ് ഡിസബിലിറ്റിയുടെ കിടക്കുന്നത്. സ്പൈനൽ കോഡ് ഇഞ്ചുറി എന്ന് പറഞ്ഞാൽ അത് ക്യൂറബിൾ അല്ല, അതും തൊറാസിക് സെക്ഷനാണ്. അങ്ങനെയുള്ളവർക്ക് ഗവൺമെന്റിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ കഴിയുമെങ്കിൽ അത് അതിന്റെ റേഷ്യോ അനുസരിച്ച് ചെയ്തു കൊടുക്കുക എന്ന് ഒരു റിക്വസ്റ്റും കൂടി എനിക്ക് ഇതിൽ പറയാനുണ്ട്. ദേ ആർ ഓൾസോ വൺ ഓഫ് എ മെമ്പർ. നിങ്ങളുടെ ഫാമിലിയിലും മെമ്പറായിട്ട് അവരെയും ഇതാണ് എനിക്ക് തന്നിട്ടുള്ളത്. ഇതുകൊണ്ട് എനിക്ക് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഐ കാൻ ഡു. ഒരു നല്ല മനുഷ്യനാവുക എന്നതാണ് തന്റെ ആഗ്രഹമെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന സ്വാമിക്ക് വൈകല്യങ്ങളോ പരാധീനതകളോ ഒന്നും തടസ്സമാവുകയില്ല. ബുദ്ധിമുട്ടാതെ ജീവികളായി കഴിയാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള പാഠശാലയാണ് സ്വാമിയുടെ ജീവിതം. പോരാളിയെ പോലെ ജീവിക്കുന്ന ഈ മനുഷ്യൻ ഒരു മഹാത്ഭുതമാണ്. സത്യനാരായണൻ, സൂര്യ ന്യൂസ്, തൃശൂർ.